ഹായ് എവരിവൺ, ഐപ്ലസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെൽഡഡ് ജോയിൻസിനെ പറ്റിയാണ്. വെൽഡഡ് ജോയിൻസ് എന്താണ്? വെൽഡഡ് ജോയിൻറ്റ് ഒരു ഫണ്ടമെൻ്റൽ വെൽഡഡ് ജോയിൻറ്റ് ഡിഫൈൻ ചെയ്യുന്നത് അമേരിക്കൻ വെൽഡിംഗ് സൊസൈറ്റി അനുസരിച്ച് AWS ആണ് അമേരിക്കൻ വെൽഡിംഗ് സൊസൈറ്റി. അവിടെ അനുസരിച്ച് ഒരു ഫണ്ടമെൻ്റൽ വെൽഡഡ് ജോയിൻസിനെ തിരിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട 6 എണ്ണമായിട്ടാണ്. ഒന്ന് ബട്ട് ജോയിൻ, ഒന്ന് ലാബ് ജോയിൻ, ഒന്ന് കോർണർ ജോയിൻ, ഒന്ന് ടി ജോയിൻ ആൻഡ് എഡ് ജോയിൻ. 5 6 5. അതായത് ഫണ്ടമെൻ്റൽ വെൽഡഡ് ജോയിൻ as defined by the American Welding Society. അമേരിക്കൻ വെൽഡിംഗ് സൊസൈറ്റി ഫണ്ടമെൻ്റൽ വെൽഡ് ജോയിനെ 5 ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ബട്ട്, ലാപ്പ്, കോർണർ, ടി ആൻഡ് എഡ്ജ് ജോയിൻ. ഈ ജോയിൻറ്റുകളാണ് represent the basic configuration for joining metal piece together using welding. വെൽഡിംഗ് ഉപയോഗിച്ചുകൊണ്ട് 2 മെറ്റൽ പീസിനെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളുടെ ബേസിക് കോൺഫിഗറേഷൻ ആയിട്ട് നമ്മൾ ഈ ജോയിൻറ്റുകളെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദിസ് ജോയിൻസ് റെപ്രസെൻറ്റ് ദ ബേസിക് കോൺഫിഗറേഷൻ ഫോർ ജോയിനിങ് വാട്ട് മെറ്റൽ പീസസ് ടുഗദർ യൂസിങ് വെൽഡിംഗ്. ബട്ട് ജോയിൻറ്റ് എന്താണ്? ബട്ട് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ 2 പീസ് ഓഫ് മെറ്റൽ ആർ പ്ലേസ്ഡ് എഡ്ജ് ടു എഡ്ജ്. 2 പീസ് മെറ്റൽ പീസുകളെ നമ്മൾ എഡ്ജ് ടു എഡ്ജിൽ എന്ത് ചെയ്യും? വെക്കും. 2 മെറ്റൽ പീസുകൾ നമ്മൾ എഡ്ജ് ടു എഡ്ജ് ആയിട്ട് എന്ത് ചെയ്യും? വെക്കും. അങ്ങനെ വെക്കുന്ന ഇതാണ് എന്തെന്ന് പറയുന്നത്? 2 പീസ് ഓഫ് മെറ്റൽ ആർ പ്ലേസ്ഡ് എഡ്ജ് ടു എഡ്ജ്, ടിപ്പിക്കലി ഇൻ ദ സെയിം പ്ലെയിനിൽ ഇങ്ങനെ വെച്ചിരിക്കും. സെയിം പ്ലെയിനിൽ എഡ്ജ് ടു എഡ്ജ് ആയിട്ട്. അപ്പോൾ ഇതൊരു മെറ്റൽ പീസാണ്. അടുത്ത മെറ്റൽ പീസ് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഡ്ജ് ടു എഡ്ജ് ആയിട്ട് വെച്ചിട്ട് ഇവിടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് നമ്മുടെ മെറ്റൽ പീസ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടായിരിക്കും ഇവിടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ബട്ട് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിൽ ഇവിടെ. അതായത് 2 പീസുകൾ എഡ്ജ് ടു എഡ്ജ് ഇങ്ങനെ വെച്ചിട്ട് അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യും? വെൽഡ് ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് കാണുന്ന ജോയിൻറ്റുകളെയാണ് നമ്മൾ ബട്ട് ജോയിൻ എന്ന് പറയുന്നത്. ലാബ് ജോയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പീസ് ഓഫ് മെറ്റൽ ഓവർലാപ്പ് ചെയ്യും. ഒരു പീസിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ അടുത്ത പീസ് വെക്കുന്ന രീതിയിൽ, ഈ രീതിയിലായിരിക്കും അതിരിക്കുന്നത്. ഒരു പീസിൻ്റെ മണ്ടയ്ക്കായിട്ട് നമ്മൾ അടുത്ത പീസ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് എന്ത് ചെയ്യും? വെൽഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലാബ് ജോയിൻ എന്ന് പറയുന്നത്. 2 പീസ് ഓഫ് മെറ്റൽ ഓവർലാപ്പ് ചെയ്ത് വെക്കും, ക്രിയേറ്റിംഗ് ആൻ ഏരിയ ഫോർ ദ വെൽഡ്. എന്നിട്ട് ആ ഓവർലാപ്പ് ചെയ്തിട്ട് അവിടേക്ക് ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്യും. അവിടേക്ക് നമ്മളിങ്ങനെ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ വെൽഡ് ചെയ്ത് വെക്കും. ഇതിങ്ങനത്തെ ഒരു ജോയിൻറ്റുകളെയാണെന്ന് പറയുന്നത് ലാബ് ജോയിൻ എന്ന് പറയുന്നത്. അടുത്തത് കോർണർ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ 2 പീസ് ഓഫ് മെറ്റൽ ആർ ജോയിൻഡ് അറ്റ് 90 ഡിഗ്രി ആംഗിൾ. അതായത് 90 പെർപെൻഡിക്കുലറാണ്. ഒരു പീസും മറ്റൊരു പീസും ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആംഗിളാണ്. ഫോമിങ് എ കോർണർ. എന്നിട്ട് എന്തുണ്ടാക്കും? അവിടെ ഒരു കോർണർ എന്ത് ചെയ്യും? ഫോം ചെയ്യും. ആ ടൈപ്പ് വെൽഡിങ്ങിനെയാണ് നമ്മൾ പറയുന്നത് കോർണർ ജോയിൻ്റ് എന്ന് പറയുന്നത്. സോ ബട്ട് ജോയിൻ്റ് പറഞ്ഞു 2 പീസ് ഓഫ് മെറ്റൽ ആർ പ്ലേസ്ഡ് എൻ ടു എൻ. 2 പീസ് ഓഫ് മെറ്റലിനെ എഡ്ജ് ടു എഡ്ജ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? വെൽഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ബട്ട് ജോയിൻ. ലാബ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പീസ് ഓഫ് മെറ്റൽ ഓവർലാപ്പ് ചെയ്തിരിക്കും. 2 പീസ് ഓഫ് മെറ്റൽ ഓവർലാപ്പ് ഈച്ച് അതർ, പരസ്പരം ഓവർലാപ്പ് ചെയ്ത് നിൽക്കുകയും ക്രിയേറ്റിംഗ് ആൻ ഏരിയ ഫോർ ദ വെൽഡ്. എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും? ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും വെൽഡ് ചെയ്യാനുള്ള. ദെൻ കോർണർ ജോയിൻ മീൻസ് 2 പീസ് ഓഫ് മെറ്റൽ ആർ ജോയിൻഡ് അറ്റ് 90 ഡിഗ്രി. ഈ 2 പീസുകളുണ്ടല്ലോ, എങ്ങനെയായിരിക്കും? 90 ഡിഗ്രിയിലായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്? ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. 2 പീസ് ഓഫ് മെറ്റൽ ആർ ജോയിൻഡ് അറ്റ് 90 ഡിഗ്രി ആംഗിൾ പെർപെൻഡിക്കുലറായിട്ട്. അങ്ങനെ എന്തോ ഒരു ഫോം ചെയ്യുക, അവിടെ ഒരു കോർണർ ഫോം ചെയ്യുക. അതുകൊണ്ടാണ് എന്നെ കോർണർ ജോയിൻ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ അടുത്താണ് ടി ജോയിൻറ്റ്. ആ പേര് തന്നെ ടി ഷേപ്പിലായിരിക്കും. 1 പീസ് ഓഫ് മെറ്റൽ ഈസ് വെൽഡഡ് പെർപെൻഡിക്കുലർ ടു ദ അനദർ ഫോമിങ് എ ടി ഷേപ്പ്. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഇത് കോർണർ ജോയിൻ്റ് എന്താണ്, ഈ ടി ജോയിൻ്റ് എന്താണ്? നമുക്ക് അടുത്തൊരു ഫിഗർ കാണുമ്പോൾ അത് മനസ്സിലാക്കാം. നമുക്ക് ആ ഫിഗർ കണ്ടുപോകാം. ഇവിടെ ഇതാണ് നമ്മളുടെ ബട്ട് ജോയിൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഇതെന്താണ്? ബട്ട് ജോയിൻ്റ് ആണ്. അപ്പോൾ ഈ ബട്ട് ജോയിൻ്റെ പ്രത്യേകം നോക്കിയേ, ഇത് എഡ്ജ് ടു എഡ്ജ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? വെൽഡ് ചെയ്തിരിക്കുന്നത്. ത്രൂ ഔട്ട് ഇങ്ങനെ ആയിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്? വെൽഡ് ചെയ്ത് പോയിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള വെൽഡിങ്ങിനെയാണ് നമ്മൾ ബട്ട് ജോയിൻ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ബട്ട് ജോയിൻ്റ്. അപ്പോൾ എന്താണ്? എഡ്ജ് ടു എഡ്ജ് വെച്ചിട്ട് അതിൻ്റെ അവിടേക്ക് എന്ത് ചെയ്തു? നമ്മൾ വെൽഡ് ചെയ്തു. സോ ദിസ് ഇസ് ബട്ട് ജോയിൻ. ഇതാണ് നമ്മൾ ലാബ് ജോയിൻ എന്ന് പറയുന്നത്. ഒരു പ്ലേറ്റിനും മറ്റൊരു പ്ലേറ്റ് ഓവർലാപ്പ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്ത് പോകും? വെൽഡ് ചെയ്ത് നമ്മളിങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാബ് ജോയിൻ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് എഡ്ജ് ജോയിൻറ്റ്. ഇതാണ് നമ്മൾ പറഞ്ഞ കോർണർ ജോയിൻറ്റ്.
ഇതാണ് നമ്മൾ കോർണർ ജോയിൻ കണ്ടോ. ഇതാണ് കോർണർ ജോയിൻ. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ടീയും കോർണർ ജോയിനും നമ്മൾ തെറ്റിപ്പോരുത്. കോർണർ ജോയിൻ പറഞ്ഞപ്പോഴും 90 ഡിഗ്രിയാണ് രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള ആംഗിൾ. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? വെൽഡ് ചെയ്ത് പോകും. അങ്ങനെ വെൽഡ് ചെയ്ത് അങ്ങോട്ട് അകത്തോട്ട് വെൽഡ് ചെയ്ത് പോകുന്നതിനെയാണ് കോർണർ ജോയിൻ എന്ന് പറയുന്നത്. അടുത്ത നോക്കിയാൽ എഡ്ജ് ജോയിൻ കണ്ടോ. എഡ്ജ്, ഇത് എഡ്ജ് ജോയിൻ ആണ്. ഈ ബഡ് ജോയിന്റ് എഡ്ജ് ടു എഡ്ജിൽ ഇങ്ങനെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇത് രണ്ട് എഡ്ജുകൾ ഇങ്ങനെ വെച്ചിട്ട് പരസ്പരം എടുത്തിട്ട് ഈ എഡ്ജിൽ ഇങ്ങനെ എന്ത് ചെയ്യും? വെൽഡ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് എഡ്ജ് ജോയിൻ. അടുത്ത ടി ജോയിന്റ് കണ്ടോ, 90 ഡിഗ്രിയാണ്, പെർപെൻഡിക്കുലർ. ഇവിടുത്തെ പോലെ തന്നെ 90 ഡിഗ്രി തന്നെയാണ്. പക്ഷേ ഒരു പ്ലേറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് അടുത്ത പ്ലേറ്റ് ഇങ്ങനെ എന്ത് വെക്കും. അപ്പോൾ അതൊരു ടി ഷേപ്പ് ഫോം ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഒരു പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റിന് 90 ഡിഗ്രിയിൽ അല്ലേ, ഇവിടെ ഇങ്ങനെ ഒരു പ്ലേറ്റ് ആണെങ്കിൽ ആ പ്ലേറ്റിന് 90 ഡിഗ്രിയിൽ ഇങ്ങനെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അല്ലേ, അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഏത് ജോയിന്റ് എന്ന് പറയുന്നത്? ടി ജോയിന്റ് എന്ന് പറയുന്നത്. സോ ടി ഷേപ്പിലിരിക്കും. ഇവിടുന്ന് ഇങ്ങനെ എന്ത് ചെയ്ത് പോകും? വെൽഡ് ചെയ്ത് പോകുന്നതാണ് ടി ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബട്ട്, ലാപ്പ്, എഡ്ജ്, ടി, കോർണർ ജോയിന്റ്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. സോ കോർണർ ജോയിന്റ് നമ്മൾ പറഞ്ഞായിരുന്നു. കോർണർ ജോയിന്റ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഓക്കെ, കോർണർ ജോയിന്റ് എന്ന് പറയുമ്പോൾ 2 പീസ് ഓഫ് മെറ്റൽ ആർ ജോയിൻഡ് അറ്റ് എ 90 ഡിഗ്രി ആംഗിൾ. രണ്ട് പീസ് അല്ലെ, 2 പീസ് ഓഫ് മെറ്റൽ ആർ ജോയിൻഡ് അറ്റ് എ 90 ഡിഗ്രി ആംഗിൾ ഫോമിങ് എ കോർണർ. എന്തുണ്ടാക്കും? ഒരു കോർണർ അവിടെ ഫോം ചെയ്യുന്നു. രണ്ട് മെറ്റലുകൾ ജോയിൻ ചെയ്യുന്നത് ഒരു 90 ഡിഗ്രി ആംഗിളിലാണ്. അങ്ങനെ എന്ത് ഫോം ചെയ്യുന്നു? ഒരു കോർണർ അവിടെ ഫോം ചെയ്യുന്നു. അടുത്ത പറഞ്ഞതാണ് ടി ജോയിന്റ് എന്നാണ്. നമുക്ക് കണ്ടായിരുന്നല്ലോ ടി ജോയിന്റ്. വൺ പീസ് ഓഫ് മെറ്റൽ ഈസ് വെൽഡഡ് പെർപെൻഡിക്കുലർ ടു അനദർ. ഒരെണ്ണം ഹൊറിസോണ്ടലാണെങ്കിൽ മറ്റേത് വെക്കുന്നത് വെർട്ടിക്കലായിട്ടായിരിക്കും. അങ്ങനെ വെൽഡ് ചെയ്യുക, അങ്ങനെ ടി ഷേപ്പ് ഫോം ചെയ്യുന്ന ജോയിന്റുകളെയാണ് ടി ജോയിന്റ് എന്ന് പറയുന്നത്. വൺ പീസ് ഓഫ് മെറ്റൽ ഈസ് വെൽഡഡ് പെർപെൻഡിക്കുലർ ടു അനദർ ഫോമിങ് എ ടി ഷേപ്പ്. ദ ലാസ്റ്റ് വൺ ഈസ് എഡ്ജ് ജോയിന്റ്. അതായത് നമ്മൾ ഇങ്ങനെ വെച്ച്, ഇതാണ് രണ്ട് പ്ലേറ്റ്, ഈ രണ്ട് പ്ലേറ്റ് കൂടി ഇങ്ങനെ വെക്കും. എന്നിട്ട് എഡ്ജുകൾ എന്ത് ചെയ്യും? ജോയിൻ ചെയ്യും. ദ എഡ്ജസ് ഓഫ് ദ ടു മെറ്റൽ പീസ് ആർ ജോയിൻ. എഡ്ജുകളാണ്, രണ്ട് മെറ്റൽ പീസുകളുടെ എഡ്ജുകൾ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നു. ഓഫൺ വെൻ ദേ ആർ പാരലൽ ടു ഈച്ച് ദ റിലേറ്റീവ്ലി തിൻ. ഇത് തമ്മിൽ എന്തായിരിക്കണം? രണ്ടും പാരലായിട്ട് ഇരിക്കുകയും വേണം. ഈ പ്ലേറ്റുകളുടെ, ഈ മെറ്റൽ പ്ലേറ്റുകളുടെ തിക്നെസ് വളരെ കുറവുമാണെങ്കിൽ നമ്മൾ നടത്തുന്ന ജോയിന്റ് എന്തായിരുന്നു? എഡ്ജ് ജോയിന്റ് ആണ്. സോ എഡ്ജ് ജോയിന്റ് മീൻസ് ദ എഡ്ജ് ഓഫ് ദ ടു മെറ്റൽ പീസ് ആർ ജോയിൻ. മറ്റേത് ഇങ്ങനെയായിരുന്നു. ബട്ടിൽ നമ്മൾ ഇങ്ങനെ എഡ്ജ് ടു എഡ്ജ് വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യാണ്? വെൽഡ് ചെയ്യുകയാണ് ആ ഏരിയയിലേക്ക്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എഡ്ജ് ജോയിൻ എന്ന് പറയുമ്പോൾ ഇത് എഡ്ജ് ഓഫ് ദ ടു മെറ്റൽ പീസ് ആർ ജോയിൻഡ് ടുഗദർ. ഇങ്ങനെ ഇപ്പോൾ ഇതൊരെണ്ണം, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട് എന്ന് വിചാരിക്കും. ഇതൊരു പ്ലേറ്റ്, ഈ പ്ലേറ്റ് ഇങ്ങനെ അങ്ങ് വെക്കും. എന്നിട്ട് എഡ്ജുകൾ എന്ത് ചെയ്യും? നമ്മൾ ജോയിൻ ചെയ്യും. സോ ദ എഡ്ജസ് ഓഫ് ദ ടു മെറ്റൽ പീസ് ആർ ജോയിൻഡ് ഓഫൺ വെൻ ദേ ആർ പാരലൽ ടു ഈച്ച് അതർ. അപ്പോൾ പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. ആൻഡ് റിലേറ്റീവ്ലി തിൻ, വളരെ തിക്നെസ് വളരെ എന്തായിരിക്കും? കുറവുമായിരിക്കും. അങ്ങനെ ചെയ്യുന്ന ജോയിന്റിനെയാണ് നമ്മൾ പറയുന്നത് എഡ്ജ് ജോയിന്റ് എന്ന് പറയുന്നത്. എഡ്ജ് ജോയിന്റ്. സോ നമ്മൾ പറഞ്ഞ ഇത് ബഡ് ജോയിന്റ്, ഇത് ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത് എന്താണ്? ലാപ്പ് ജോയിന്റ്. ഇതാണ് എന്താ? എഡ്ജിൽ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് എഡ്ജ് ജോയിന്റ്. ഇത് പെർപെൻഡിക്കുലർ ആണ്, രണ്ട് പ്ലേറ്റുകൾ. അങ്ങനെ വരുന്ന ജോയിന്റ് ആണ് ടി ജോയിന്റ്. ടി ഷേപ്പ് അവിടെ ഫോം ചെയ്യും. ഇത് കോർണർ ജോയിന്റ് ആണ്. അത് 90 ഡിഗ്രി ആംഗിളിലായിരിക്കും പ്ലേറ്റുകൾ ഇരിക്കുന്നത്. എന്നിട്ട് വെൽഡ് ചെയ്യുന്നു. ആ ജോയിന്റിനാണ് ഇത് പറയുന്നത് കോർണർ. ഇവിടെ ഒരു കോർണർ ഫോം ചെയ്യും അല്ലേ, അതാണ് കോർണർ ജോയിന്റ്. ഇവിടെ ഒരു കോർണർ, ഈ രണ്ട് പ്ലേറ്റ് കൂടി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു കോർണർ ഫോം ചെയ്തു. സോ ആ ടൈപ്പുള്ള ജോയിന്റ് ആണ് ഇത് കോർണർ ജോയിന്റ്. ഇനി നമ്മൾ ആദ്യത്തെ പറഞ്ഞിരിക്കുന്ന വെൽഡിങ്ങിലേക്ക് പോവാം. ഏതാണ്? ലാപ്പ് ജോയിന്റ് വെൽഡിങ്. ലാപ്പ് ജോയിന്റ് വെൽഡിങ് എന്താണ്? അവിടെ രണ്ട് പീസ് മെറ്റലുകൾ ഓവർലാപ്പ് ചെയ്തിരിക്കും അല്ലേ. രണ്ട് പീസ് ഓഫ് മെറ്റലുകൾ എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്തിരിക്കും. ചിലപ്പോൾ പാർഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ എൻറ്റയർലി ആയിരിക്കാം. ആൻഡ് ആർ ജോയിൻ ടുഗദർ അറ്റ് ദ ഓവർലാപ്പിംഗ് റീജിയൻ. അപ്പം രണ്ട് പ്ലേറ്റുകൾ ഓവർലാപ്പ് ചെയ്യുന്നു. ചിലപ്പോൾ കുറച്ച് പോർഷൻ മാത്രമേ ഓവർലാപ്പ് ചെയ്യുന്നുള്ളൂ. ചിലപ്പോൾ ഫുൾ ഏരിയ എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്തിരിക്കും. അതാണ് പറഞ്ഞത് മെറ്റൽ ഓവർലാപ്പ് ഈച്ച് അതർ പാർഷ്യലി ഓർ എൻറ്റയർലി ആൻഡ് ആർ ജോയിൻഡ് ടുഗദർ അറ്റ് ദ ഓവർലാപ്പിംഗ് പോർഷൻ. എന്നിട്ട് ഇവ എന്ത് ചെയ്യും? ജോയിൻ ചെയ്യും. ഏത് റീജിയനിൽ? ഓവർലാപ്പിംഗ് പോർഷനിൽ വെച്ച്. The lap joint is usually used to weld together two base metal pieces to each other of different cross section thickness. അപ്പോൾ ഈ ലാപ്പ് ജോയിന്റ് യൂഷ്വലി നമ്മൾ ജനറലി എങ്ങനെയാണ് ചെയ്യുന്നത്? യൂസ്ലി ടു വെൽഡ് ടുഗദർ ടു ബേസ് മെറ്റൽ പീസ് ടു ഈച്ച് അതർ ഓഫ് ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷൻ തിക്നെസ്. അതായത് വ്യത്യസ്ത ക്രോസ് സെക്ഷൻ തിക്നെസ് ഉള്ള മെറ്റൽ പീസുകളെ, രണ്ട് ബേസ് മെറ്റൽ പീസുകളെ വെൽഡ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ലാപ്പ് ജോയിന്റ് ഉപയോഗിക്കാം. സോ ദ ലാപ്പ് ജോയിന്റ് ഈസ് usually used to weld together two base metal pieces
ടു ഈച്ച് അതർ ഓഫ് ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷണൽ തിക്നെസ് വളരെ എന്തായിരിക്കും ഡിഫറെൻ്റ് ആണ്. രണ്ട് പ്ലേറ്റുകളുടെ തിക്നെസ് ഒരുപോലെ ആണോ നിർബന്ധമില്ല. ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷൻ തിക്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ പറയുന്ന ലാപ്പ് ജോയിൻറ്റ് നമുക്ക് വെൽഡിങ് യൂസ് ചെയ്യാം. അടുത്ത പറയുന്നത് എന്താണ്, ബട്ട് ജോയിൻറ്റ് വെൽഡിംഗ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ലാപ്പ് ജോയിൻ്റ് ആണെങ്കിൽ അടുത്ത പറയുന്നത് എന്താണ്, ബട്ട് ജോയിൻറ്റ്. ബട്ട് ജോയിൻറ്റ് എന്താ ചെയ്യുന്നത്, ഇൻ ബട്ട് ജോയിൻറ്റ് വെൽഡിംഗ് ഇവിടെ രണ്ട് പീസ് ഓഫ് മെറ്റൽ ആണ് അലൈൻഡ് നിയർലി എൻഡ് ടു എൻഡ് മാനർ. രണ്ട് പീസുകളെ നമ്മൾ എന്ത് ചെയ്യും, എൻഡ് ടു എൻഡ് മാനറായിട്ട് അലൈൻ ചെയ്ത് വെക്കും. ആൻഡ് ജോയിൻഡ് ടു ദർ അഡ്ജസെൻ്റ് എഡ്ജ്. എന്നിട്ട് ഇവയെ എന്ത് ചെയ്യും, പരസ്പരം യോജിപ്പിക്കുന്നു അവരുടെ അഡ്ജസെൻ്റ് എഡ്ജിലൂടെ. ഈ ജോയിൻറ്റ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് വെൽഡിംഗ് ആപ്ലിക്കേഷൻ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ജോയിൻ്റ് ആണ് ബട്ട് ജോയിൻ്റ് എന്ന് പറയുന്നത്. എപ്പോഴാണ് ഇത് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്, പ്രത്യേകിച്ചും വെൻ ജോയിനിങ് ടു പീസ് ഓഫ് മെറ്റൽ വിത്ത് തിക്നെസ് ദാറ്റ് ആർ നിയർലി ദ സെയിം. രണ്ട് ബേസ് മെറ്റലുകളുടെയും തിക്നെസ് ഏറെക്കുറെ സെയിം ആണ് എങ്കിൽ നമ്മൾ ഏത് ജോയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്, ബട്ട് ജോയിൻ്റ് ആണ്. നമ്മൾ ലാപ്പ് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷണൽ തിക്നെസ് ആണ്. രണ്ട് പ്ലേറ്റുകളുടെ തിക്നെസ് ഒരുപോലെ ആയിരിക്കണമെന്നില്ല, വ്യത്യസ്തമാണെങ്കിൽ നമ്മളവിടെ ലാപ്പ് ജോയിൻ്റ് ആണ് യൂസ് ചെയ്തത്. ഇവിടെ എന്താണ് പറയുന്നത്, ഇവിടെ ജോയിൻ ചെയ്യുന്ന രണ്ട് പീസ് ഓഫ് മെറ്റലിൻ്റെ തിക്നെസ് ഏറെക്കുറെ എന്താണ്, സെയിം നിയർലി ദ സെയിം തിക്നെസ് ആണ് എങ്കിൽ വെൻ ജോയിനിങ് ടു പീസ് ഓഫ് മെറ്റൽ വിത്ത് തിക്നെസ് സെയിം തിക്നെസ് ആണ് എങ്കിൽ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ജോയിൻ്റ് ആണ് ഇത് ബട്ട് ജോയിൻ്റ് എന്ന് പറയുന്നത്, ബട്ട് ജോയിൻ്റ്. ഇനി അടുത്താണ് നമ്മൾ മൂന്നാമത്തെ ജോയിൻറ്റിലേക്ക് പോകുന്നു, ടി ജോയിൻ്റ് ടൈപ്പ്. പറഞ്ഞാണ് ഇത് where two pieces of metal are joined together to form a T shape. രണ്ട് പീസ് മെറ്റലുകൾ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ എന്ത് ഷേപ്പിൽ നമുക്ക് കിട്ടും, ഒരു ടി ഷേപ്പിൽ ഫോം ചെയ്യിപ്പിക്കും. ഇവിടെ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, ദ ടി ജോയിൻറ്റ് ഈസ് യൂസ് വെൻ വൺ പീസ് ഓഫ് മെറ്റൽ നീഡ് ടു ബി അറ്റാച്ച്ഡ് പെർപെൻഡിക്കുലർ ടു അനദർ പീസ് ഓഫ് മെറ്റൽ. അതായത് രണ്ട് പീസുകൾ നമുക്ക് 90 ഡിഗ്രി വേണം, 90 ഡിഗ്രിയിലായിട്ട് വേണം. രണ്ട് പീസുകൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അത് 90 ഡിഗ്രി ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ജോയിൻറ്റിലേക്കേ പോകത്തുള്ളൂ, ടി ജോയിൻറ്റ് ടൈപ്പിലേക്കാണ് പോകുന്നത്. സോ ദ ടി ജോയിൻറ്റ് ഈസ് യൂസ്ഡ് വെൻ വൺ പീസ് ഓഫ് മെറ്റൽ നീഡ് ടു ബി അറ്റാച്ച്ഡ്. ഒരു പീസ് ഓഫ് മെറ്റൽ മറ്റേതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കണം, പെർപെൻഡിക്കുലർ, അതായത് 90 ഡിഗ്രി അറ്റ് എ റൈറ്റ് ആംഗിൾ ടു അനദർ പീസ് ഓഫ് മെറ്റൽ. വി ചൂസ് ടി ജോയിൻറ്റ്. ദെൻ ഇറ്റ് ഈസ് എ കോമൺ വെൽഡിംഗ് ജോയിൻറ്റ് യൂസ്ഡ് ഇൻ വേരിയസ് ഇൻഡസ്ട്രി. പല ഇൻഡസ്ട്രികളിലും യൂസ് ചെയ്യുന്ന ഒരു കോമൺ ജോയിൻ്റ് ആണ് ഏത്, ടി ജോയിൻ്റ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ, മാനുഫാക്ചറിങ് ഫീൽഡിൽ, മെറ്റൽ ഫാബ്രിക്കേഷൻ ഫീൽഡുകളിലെല്ലാം പൊതുവായിട്ട് കാണപ്പെടുന്ന തരത്തിലുള്ള ഒരു ജോയിൻ്റ് ആണ് ഏത്, ടി ജോയിൻറ്റ് ടൈപ്പ്. അടുത്താണ് കോർണർ ജോയിൻറ്റ് വെൽഡിംഗ്. ഇവിടെ നമ്മൾ പറഞ്ഞതാണ് രണ്ട് പീസ് ഓഫ് മെറ്റൽ ഇവിടെ 90 ഡിഗ്രിയാണ്, റൈറ്റ് ആംഗിളിൽ മീറ്റ് ചെയ്യും, ഒരു ഫോമിങ് എ കോർണർ. അവിടെ എന്തുണ്ടാക്കും, ഒരു കോർണർ അവിടെ ഇങ്ങനെ, ഇവിടേക്ക് ഇതൊരു പീസ്, അടുത്ത പീസ് ഓഫ് മെറ്റൽ, അപ്പോൾ ഇവിടെ ഒരു കോർണർ ഫോം ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ജോയിൻ്റ് ആണ് കോർണർ ജോയിൻറ്റ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇതും കോമൺ, ഈ ജോയിൻറ്റും നമ്മൾ കോമൺ ഇൻ വേരിയസ് വെൽഡിംഗ് ആപ്ലിക്കേഷൻ. പല വെൽഡിംഗ് ആപ്ലിക്കേഷനിലും കോമൺ ആണ്. എപ്പോഴാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്, വെൻ പീസ് നീഡ് ടു ബി ജോയിൻറ്റ് പെർപെൻഡിക്കുലർ. നമ്മുടെ ടി ജോയിൻറ്റ് പോലെ തന്നെ, ഈ ജോയിൻറ്റ് പോലെ തന്നെ ഈ പീസുകൾ തമ്മിൽ യോജിപ്പിക്കുന്നത് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ ഈ ജോയിൻറ്റ് നമുക്ക് യൂസ് ചെയ്യാം. കോർണർ ജോയിൻറ്റ് ക്യാൻ ബി ഫൗണ്ട് മെനി ഇൻഡസ്ട്രി ഇൻക്ലൂഡിങ് കൺസ്ട്രക്ഷൻ. ഈ കോർണർ ജോയിൻറ്റ് പല ഇൻഡസ്ട്രികളിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ, ഫാബ്രിക്കേഷനിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്ന ഒരു ജോയിൻ്റ് ആണ് ഇത് കോർണർ ജോയിൻറ്റ്. അടുത്താണ് എഡ്ജ് വെൽഡിംഗ് ജോയിൻറ്റ്. എഡ്ജ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ എഡ്ജുകൾ വെൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എഡ്ജ് വെൽഡിംഗ് ജോയിൻ്റ് എന്ന് പറയുമ്പോൾ രണ്ട് പീസ് ഓഫ് മെറ്റൽ എന്ത് ചെയ്യും, ജോയിൻ്റ് അലോങ് ദർ എഡ്ജസ്. എഡ്ജ് ഇങ്ങനെ രണ്ട് പീസ് ഓഫ് മെറ്റൽ കാണും, അത് രണ്ടും കൂടെ നമ്മൾ എഡ്ജ് ടു എഡ്ജ് ജോയിൻ ചെയ്യും. എന്നിട്ട് ക്രിയേറ്റ് എ സീം ഓർ വെൽഡ് അലോങ് ദ എഡ്ജ്. എന്താ നമ്മൾ ആ എഡ്ജിലൂടെ എന്ത് ചെയ്യും, വെൽഡ് ചെയ്തങ്ങ് പോകും. Edge joint are commonly used in various welding applications, particularly when two flat pieces of metal need to be joined end to end or side by side. അതായത് രണ്ട് ഫ്ലാറ്റ് പീസ് ഓഫ് മെറ്റൽ എൻഡ് ടു എൻഡ് ജോയിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സൈഡ് ബൈ സൈഡ് ജോയിൻ ചെയ്യുന്ന കേസുകളിലോ ഇതിൻ്റെ തിക്നെസ് വളരെ കുറവാണെങ്കിലോ ഒക്കെ നമ്മൾ ഏത് വെൽഡാണ് യൂസ് ചെയ്യുന്നത്, ഏത് ജോയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്, എഡ്ജ് വെൽഡിംഗ് ജോയിൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് വെൽഡിംഗ് പൊസിഷനാണ്. വെൽഡിംഗ് പൊസിഷൻ ഏതൊക്കെ ടൈപ്പ് വെൽഡിംഗ് പൊസിഷൻ ഉണ്ട്? There are 4 basic welding position. 4 പ്രധാനപ്പെട്ട വെൽഡിംഗ് പൊസിഷനാണ് നമുക്കുള്ളത്. ഒന്ന് ഫ്ലാറ്റ് വെൽഡിംഗ് പൊസിഷൻ, ദെൻ ഹൊറിസോണ്ടൽ വെൽഡിംഗ് പൊസിഷൻ. ഫ്ലാറ്റും ഹൊറിസോണ്ടലും രണ്ടാണ്. ഫ്ലാറ്റ് വെൽഡിംഗ് പൊസിഷൻ, then horizontal welding position, third one is vertical welding position, and fourth one is overhead welding position. ഈ പൊസിഷൻ ഡിഫൈൻ ചെയ്യുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓറിയന്റേഷൻ ഓഫ് ദ ജോയിന്റ് ബീങ് വെൽഡഡ്.
ഏത് ഓറിയന്റേഷനിലാണ് ജോയിന്റ് വെൽഡ് ചെയ്യുന്നത് ആൻഡ് ദ പൊസിഷൻ ഓഫ് ദ വെൽഡർ. അതായത് നമ്മൾ വെൽഡറിന്റെ പൊസിഷനെയും ആ ഓറിയന്റേഷൻ ഓഫ് ദ ജോയിന്റ് ബീങ് വെൽഡഡ്, വെൽഡ് ചെയ്യുന്ന ജോയിന്റിന്റെ ഓറിയന്റേഷൻ, അതിന്റെ ആ ഒരു എങ്ങനെ ഇരിക്കുമല്ലോ, അത് എങ്ങനെയാണ് ആ ജോയിന്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അതിന്റെ ഓറിയന്റേഷനെയും വെൽഡറിന്റെ പൊസിഷനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പൊസിഷനുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. അത് ഫ്ലാറ്റ് ആണോ, ഹൊറിസോണ്ടൽ ആണോ, വെർട്ടിക്കൽ ആണോ, ഓവർഹെഡ് ആണോ. അണ്ടർസ്റ്റാൻഡിങ് ദിസ് പൊസിഷൻ ഈസ് ക്രൂഷ്യൽ ഫോർ അച്ചീവിങ് ഹൈ ക്വാളിറ്റി വെൽഡ്. അപ്പോൾ ഈ പറയുന്ന വെൽഡിംഗ് പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വെൽഡിംഗ് പൊസിഷനുകൾ കൃത്യമായി അറിയുന്നത് എന്തിന് സഹായിക്കും? ഫോർ അച്ചീവിങ് ഹൈ ക്വാളിറ്റി വെൽഡ്. നമുക്കൊരു ഹൈ ക്വാളിറ്റി വെൽഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സഹായിക്കും. ആദ്യത്തെ വെൽഡിംഗ് പൊസിഷനാണ് ഫ്ലാറ്റ് 1G or 1F. Flat 1G or 1F. The weld is made on the upper side of the joint and the weld face is approximately horizontal. അതായത് ഫ്ലാറ്റ് 1G, ഈ 1G 1F അത് ഫില്ലറ്റ് വെൽഡ് ഗ്രൂവ് വെൽഡിംഗ് എന്നാണ് പറയുന്നത്. ഗ്രൂവ് വെൽഡിംഗ്, G റെപ്രസെന്റ് ചെയ്യുന്നത് ഗ്രൂവ് വെൽഡിംഗ് എന്നാണ്, F റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, ഫില്ലറ്റ് വെൽഡ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഫ്ലാറ്റ് ഗ്രൂവ് വെൽഡ് 1G 1F ആണെങ്കിൽ ഈ വെൽഡ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, മെയ്ഡ് ചെയ്ത് എങ്ങനെയാണ് വെൽഡ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കി. ദ വെൽഡ് ഈസ് മെയ്ഡ് ഓൺ ദ അപ്പർ സൈഡ് ഓഫ് ദ ജോയിന്റ്. ജോയിന്റിന്റെ അപ്പർ സൈഡിലാണ് ഈ വെൽഡ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആൻഡ് ദ വെൽഡ് ഫേസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഹൊറിസോണ്ടൽ. വെൽഡ് ചെയ്യുന്ന ഫേസ് എന്തായിരിക്കണം, ഏകദേശം ഒരു ഹൊറിസോണ്ടൽ ആയിരിക്കുകയും വേണം. വെൽഡ് നമ്മൾ മെയ്ഡ് ചെയ്യുന്നത് എവിടെയാണ്, അപ്പർ സൈഡ് ഓഫ് ദ ജോയിന്റ്, ജോയിന്റിന്റെ മുകളിലുമാണ്. അങ്ങനെയാണെങ്കിലാണ് ഏത് യൂസ് ചെയ്യുന്നത്, ഫ്ലാറ്റ്. അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലാറ്റ് വെൽഡിംഗ് പൊസിഷൻ. ദിസ് ഈസ് ദ ഈസിയസ്റ്റ് പൊസിഷൻ ടു വെൽഡിങ്. ഇതാണ് ഏറ്റവും നല്ല രീതിയിൽ വെൽഡ് ചെയ്യാനുള്ള പൊസിഷൻ. ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് വെൽഡ് ചെയ്യുന്ന പൊസിഷൻ ഇതാണ്. ആസ് ദ ഗ്രാവിറ്റി ഹെൽപ്പ് ദ മോൾട്ടൺ മെറ്റൽ ടു സ്റ്റേ ഇൻ ദ പ്ലേസ്. ഗ്രാവിറ്റി എന്തിനു സഹായിക്കും, ആ മോൾട്ടൺ മെറ്റൽ, ഉരുകിയ മെറ്റൽ ഉണ്ടല്ലോ, ആ മെറ്റൽ അതേ ആ പ്ലേസിൽ തന്നെ നിർത്താൻ വേണ്ടി, സ്റ്റേ ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. ഗ്രാവിറ്റി നമുക്ക് അങ്ങനെ സഹായിക്കുന്നതുകൊണ്ട് ഈസിയസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഏതാണ്, ഫ്ലാറ്റ് ആണ്, ഫ്ലാറ്റ് പൊസിഷൻ. രണ്ട്, ഹൊറിസോണ്ടൽ പൊസിഷൻ 2G 2F എന്ന് പറയാം. 2G 2F അതായത് സെക്കൻഡ് ആണ്. ഫസ്റ്റ് എന്നുള്ളതാണ് ഫ്ലാറ്റ്, സെക്കൻഡ് ആണ് 2G 2, അതായത് 2 ഗ്രൂവ് വെൽഡിങ്ങിനാണ് 2G എന്ന് പറയുന്നത്. ഫില്ലറ്റ് വെൽഡിങ് ചെയ്യുമ്പോൾ 2F എന്ന് പറയും. ഇവിടെ പറയുന്നത് ഹൊറിസോണ്ടൽ 2G or 2F, വെൽഡ് ആക്സിസ് ഈസ് ഹൊറിസോണ്ടൽ. ഇവിടുത്തെ വെൽഡിന്റെ ആക്സിസ് എന്തായിരിക്കും, ഹൊറിസോണ്ടൽ ആയിരിക്കും. ആൻഡ് ദ വെൽഡ് ഫേസ് ഈസ് വെർട്ടിക്കൽ. വെൽഡ് ഫേസ് വെർട്ടിക്കലും വെൽഡ് ആക്സിസ് എന്തായിരിക്കും, ഹൊറിസോണ്ടലും ആകുന്നതാണ് ഹൊറിസോണ്ടൽ 2G 2F എന്ന് പറയുന്നത്. ദിസ് പൊസിഷൻ റിക്വയർ മോർ സ്കിൽ ദാൻ ഫ്ലാറ്റ് വെൽഡിങ്. ഫ്ലാറ്റ് വെൽഡിങ് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ പറയുന്ന ഹൊറിസോണ്ടൽ വെൽഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോർ സ്കിൽ വേണം, കുറച്ചുകൂടെ സ്കില്ല് നമുക്ക് വേണം. ഗ്രാവിറ്റി ക്യാൻ കോസ് ദ വെൽഡ് പൂൾ ടു സ്ലാഗ്. മറ്റേത് ഗ്രാവിറ്റി നമ്മളെ സഹായിക്കും ആ മോൾട്ടൺ മെറ്റൽ ആ പ്ലേസിൽ തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണ്, ഗ്രാവിറ്റി ക്യാൻ കോസ് ദ വെൽഡ് പൂൾ ടു സാഗ്. ഈ ഗ്രാവിറ്റി കാരണം വെൽഡ് പൂൾ എന്തായിട്ട് മാറും, സാഗ് ആകാനുള്ള ഒരു സാഹചര്യം എവിടെ ഉണ്ടാകും, ഇവിടെ ഉണ്ടാകുകയും ചെയ്യും. മൂന്നാമത്താണ് വെർട്ടിക്കൽ പൊസിഷൻ 3G or 3F. ദ വെൽഡ് ഈസ് മെയ്ഡ് ഓൺ എ വെർട്ടിക്കൽ സർഫസ്. വെർട്ടിക്കൽ സർഫസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, വെൽഡ് ചെയ്യുന്നത്. വെർട്ടിക്കൽ വെൽഡ് ക്യാൻ ബി മെയ്ഡ് അപ്വേർഡ് ഓർ ഡൗൺവേർഡ്. അപ്വേർഡ് ചെയ്യാം, ഡൗൺവേർഡ് ചെയ്യാം. ഓർ ഡിഫറെൻറ്റ് ടെക്നിക്സ് ആർ യൂസ്ഡ് ഫോർ ഈച്ച് ഡയറക്ഷൻ. പല ടെക്നിക്സുകൾ, പല വ്യത്യസ്ത ടെക്നിക്കുകളാണ് ഓരോ ഡയറക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് അപ്വേർഡ് ചെയ്യുന്ന രീതി ആയിരിക്കണമെന്നില്ല, നമ്മൾ ഡൗൺവേർഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വെർട്ടിക്കൽ സർഫസിലാണ് ഈ വെൽഡ് ഉണ്ടാക്കുന്നത്. വെർട്ടിക്കൽ വെൽഡ് അപ്വേർഡിലും മെയ്ഡ് ചെയ്യാം, ഡൗൺവേർഡ്സിലും ചെയ്യാം. ഡിഫറെൻറ്റ് ടെക്നിക്സുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഡയറക്ഷനിലും യൂസ് ചെയ്യുന്നത്. ഇനി വൺ ഓഫ് ദ മേജർ പ്രോബ്ലം വെൻ പെർഫോമിങ് ദ വെൽഡ്, ഇതിനകത്തുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾട്ടൺ മെറ്റൽ ഫ്ലോയിങ് ഡൗൺവേർഡ് ആൻഡ് പൈലിംഗ് അപ്പ്. ഈ മോൾട്ടൺ മെറ്റൽ എന്ത് ചെയ്യും, താഴേക്ക് വരും. താഴേക്ക് വന്ന് ഒരു അടുത്ത് വന്ന് കൂടത്തില്ലേ, ഈ മോൾട്ടൺ മെറ്റൽ താഴേക്ക് ഒഴുകുകയും ആൻഡ് പൈലിംഗ് അപ്പ്, അത് പൈലിംഗ് അപ്പ് ചെയ്യുകയും ചെയ്യും. ഇതൊരു പ്രോബ്ലമാണ് ഏത് വെൽഡിംഗ് പൊസിഷൻ്റെ, വെർട്ടിക്കൽ വെൽഡിംഗ് പൊസിഷൻ്റെ ഒരു പ്രോബ്ലമാണ്. നെക്സ്റ്റ്, ഓവർഹെഡ് പൊസിഷൻ, ഓവർഹെഡ് വെൽഡിംഗ് പൊസിഷൻ, അതായത് 4G 4F എന്ന് പറയും. ഓവർഹെഡ് 4G 4F. ദ വെൽഡ് ഈസ് മെയ്ഡ് ഓൺ ദ അണ്ടർ സൈഡ് ഓഫ് ദ ജോയിന്റ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ 4G 4Fൽ വെൽഡ് ചെയ്യുന്ന എവിടെയാണ്, ജോയിന്റിന്റെ ഏറ്റവും അടിഭാഗത്താണ്. ഫ്ലാറ്റിൽ നമ്മൾ ഏറ്റവും മുകൾ ഭാഗത്തായിരുന്നു. എന്നാൽ ഇവിടെ വരുമ്പോൾ ഓവർഹെഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ 4G or 4Fൽ വെൽഡ് ഈസ് മെയ്ഡ് ഓൺ ദ അണ്ടർ സൈഡ് ഓഫ് ദ ജോയിന്റ്. ജോയിന്റിന്റെ അടിയിലാണ് വെൽഡ് ചെയ്യുന്നത്. വിത്ത് ദ വെൽഡ് ഫേസിങ് അപ്വേർഡ്. വെൽഡ് ഫേസ് മുകളിലോട്ട് നോക്കിയിരിക്കും, ഫേസിങ് അപ്വേർഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും. എന്നാൽ ജോയിന്റ് എവിടെയാണ് നമ്മൾ ചെയ്യുന്നത്, അണ്ടർ സൈഡിലായിരിക്കും വെൽഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയ്ഡ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ മോസ്റ്റ് ചലഞ്ചിങ് പൊസിഷൻ. ഇതാണ് ഏറ്റവും
ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വെൽഡിംഗ് പൊസിഷന് ആസ് ഗ്രാവിറ്റി പുൾ ദ മോൾട്ടൺ മെറ്റൽ ഡൗൺവേർഡ്. ഗ്രാവിറ്റി എന്ത് ചെയ്യും? മോൾട്ടൺ മെറ്റലിനെ താഴേക്ക് വലിക്കും. സോ വൺ മേജർ ഇഷ്യൂ ക്യാൻ ബി ദ മെറ്റൽ സാഗിങ് ഫ്രം ദ പ്ലേറ്റ്. മെറ്റൽ സാഗിങ് ഉണ്ടാകും. പ്ലേറ്റിൽ നിന്ന് മെറ്റൽ എന്ത് ചെയ്യും? സാഗ് ചെയ്യും. കാരണം ഗ്രാവിറ്റി പുൾ ദ മോൾട്ടൺ മെറ്റൽ ഡൗൺവേർഡ്സിലേക്ക് ഗ്രാവിറ്റി ഫോഴ്സ് എന്ത് ചെയ്യും? ആ മോൾട്ടൺ മെറ്റലിനെ താഴേക്ക് വലിക്കും. അതിൻ്റെ ഫലമായിട്ടൊരു മേജർ ഇഷ്യൂ അവിടെ എന്ന് പറഞ്ഞാൽ മെറ്റൽ സാഗിങ് ആണ് ഫ്രം ദ പ്ലേറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് പൊസിഷൻ. നമ്മൾ 3 പൊസിഷൻ പറഞ്ഞു. ഇതാണ് ഗ്രൂവ് വെൽഡിങ്. ഗ്രൂവിനകത്തൂടെ, അതായത് ഗ്രൂവ് വെൽഡിങ് ഒന്നുമില്ല, ഗ്രൂവിനകത്തൂടെ നമ്മൾ വെൽഡ് ചെയ്ത് പോകുന്നതുണ്ടോ. ഇതെന്ന് പറയുന്നത് എന്താണ്? ഫില്ലറ്റ് വെൽഡിംഗ് ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഇവിടെ വെൽഡ് ഈ എഡ്ജിലൂടെ വെൽഡ് ചെയ്തങ്ങ് പോകും. ഇതൊരു ഗ്രൂവ് വെൽഡിംഗ് ആണ്. സോ ഗ്രൂവ് വെൽഡിങ്ങും ഫില്ലറ്റ് വെൽഡിങ്ങും ഇതാണ് ഫ്ലാറ്റ് പൊസിഷനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലാറ്റ് പൊസിഷൻ നമ്മൾ പറഞ്ഞാണ്. എന്തായിരുന്നു ഫ്ലാറ്റ് പൊസിഷൻ? വെർട്ടിക്കൽ. ഫ്ലാറ്റ് മീൻസ് വെൽഡ് ഈസ് മെയ്ഡ് ഓൺ ദ അപ്പർ സൈഡ്. ജോയിന്റിന്റെ അപ്പർ സൈഡിലാണ് വെൽഡ് ചെയ്യുന്നത്. വെൽഡ് ഫേസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഹൊറിസോണ്ടൽ. വെൽഡ് ഫേസ് എന്താണ്? ഏകദേശം ഹൊറിസോണ്ടൽ ആയിരിക്കും. അപ്പോൾ ഈസിയസ്റ്റ് ആയിട്ടുള്ളതാണ് എവിടെ എന്ന് പറയുന്നത്? ഫ്ലാറ്റ് വെൽഡിംഗ് എന്ന് പറയുന്നത്, അല്ലേ? ഈസിയസ്റ്റ് മെത്തേഡാണ് ഫ്ലാറ്റ്. ഇതാണ് ഫ്ലാറ്റ് പൊസിഷൻ. ഇതാണ് ഹൊറിസോണ്ടൽ പൊസിഷൻ. ഇങ്ങനെയായിരിക്കും ഹൊറിസോണ്ടൽ പൊസിഷൻ വെൽഡിംഗ് വരുന്നത്. 2G, ഇത് ഗ്രൂവിനകത്ത് വെൽഡ് ചെയ്യാം. 2G ആൻഡ് 2F. കണ്ടോ? വെൽഡ് ആക്സിസ് ഉണ്ടോ? വെൽഡ് ആക്സിസ് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിരിക്കും. കണ്ടോ? ഈ രീതിയിൽ വരുന്നതാണ് ഹൊറിസോണ്ടൽ പൊസിഷൻ എന്ന് പറയുന്നത്. ദെൻ വെർട്ടിക്കൽ പൊസിഷൻ ഈ രീതിയിലായിരിക്കും. വെർട്ടിക്കൽ പൊസിഷൻ വെൽഡിങ്. ദെൻ ഓവർഹെഡ് പൊസിഷൻ. കണ്ടോ? അണ്ടർ സൈഡിലായിരിക്കും. ഓവർഹെഡ് പൊസിഷനിലാണ്. അണ്ടർ സൈഡിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? വെൽഡ് ചെയ്ത് പോയേക്കുന്നത്. അപ്പം ഓവർഹെഡ് പൊസിഷനിൽ പറഞ്ഞാണ് വെൽഡ് ഈസ് മെയ്ഡ് ഓൺ ദ അണ്ടർ സൈഡ് ഓഫ് ദ ജോയിന്റ്. കണ്ടോ? വെൽഡ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ജോയിന്റിന്റെ അടിയിലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? ആൻഡ് ദ വെൽഡ് ഫേസ് അപ്വേർഡ്, ഫേസിങ് അപ്വേർഡ്. വെൽഡ് വിത്ത് ദ വെൽഡ് ഫേസ് ഫേസിങ് അപ്പ്. വെൽഡ് ഫേസ് മുകളിലോട്ട് രീതിയിൽ അപ്വേർഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കും ഇരിക്കുന്നത്. സോ വെൽഡ് ഫേസ് എന്താ? അപ്വേർഡ്സിലേക്കായിരിക്കും, അല്ലേ? വെൽഡ് ഫേസ് ഫേസിങ് അപ്വേർഡ്സ്. ഈ വെർട്ടിക്കൽ എന്തായിരുന്നു? വെർട്ടിക്കലിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ സർഫസിലാണ് വെൽഡ് ചെയ്യുന്നത്. വെർട്ടിക്കൽ വെൽഡ് അപ്വേർഡിലും ചെയ്യാം, ഡൗൺവേർഡ്സിലും ചെയ്യാം. ഡിഫറെൻറ്റ് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നം എന്താ? വെൻ പെർഫോമിംഗ് ദ വെൽഡ് ഇസ് എ മോൾട്ടൺ മെറ്റൽ ഫ്ലോയിങ് ഡൗൺവേർഡ് ആൻഡ് പൈലിംഗ് അപ്പ്. മോൾട്ടൺ മെറ്റൽ എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യുകയും താഴേക്ക് വരികയും ആൻഡ് പൈലിംഗ് അപ്പ്. അപ്പോൾ ഇവിടുന്ന് മോൾട്ടൺ മെറ്റൽ ഉരുകി താഴേക്ക് വന്ന് ഇവിടെ പൈൽ ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്വേർഡിനും ചെയ്യാം, നമുക്ക് ഡൗൺവേർഡ് ചെയ്യാം, അതുപോലെ എന്ത് ചെയ്യാം? അപ്വേർഡിനും ചെയ്യാം. 2 ടെക്നിക്സുകൾ യൂസ് ചെയ്യാം. ഇപ്പോൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മോൾട്ടൺ മെറ്റൽ ഒഴുകി താഴേക്ക് വന്ന് പൈലപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് ഈ ഒരു പൊസിഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇത്. പിന്നെ 5G ഹൊറിസോണ്ടൽ ഫിക്സഡ് പൊസിഷൻ എന്ന് പറയുന്ന പൊസിഷൻ ഇതാണ്. അതുപോലെ 6G ഇൻക്ലൈൻഡ് പൊസിഷൻ 45 ഡിഗ്രിയിൽ ഇത് സിലിണ്ടറിക്കൽ വെൽഡ് ചെയ്യുമ്പോൾ 6G ഇൻക്ലൈൻഡ് പൊസിഷനാണിത്. 5G ആൻഡ് 6G ഇങ്ങനെ 6 പൊസിഷനുണ്ട്. പ്രധാനപ്പെട്ടത് 4 എണ്ണമാണ്. അതാണ് 1, 2, 3F. ഫ്ലാറ്റ്, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഓവർഹെഡ് പൊസിഷൻ. ഫ്ലാറ്റ് പൊസിഷൻ ഡൗൺ ഹിൽ പൊസിഷൻ എന്ന് പറയാം. ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഓവർഹെഡ് പൊസിഷൻ. പിന്നെ വരുന്ന 2 സിലിണ്ടറിക്കൽ ആയിട്ടുള്ള പൈപ്പുകൾ, പ്രധാനപ്പെട്ട പൈപ്പുകൾ വെൽഡ് ചെയ്യുന്ന സമയത്തുള്ളതാണ് 5G ഹൊറിസോണ്ടൽ ഫിക്സഡ് പൊസിഷനും 6G ഇൻക്ലൈൻഡ് പൊസിഷനും. ഇനി നോമൻക്ലേച്ചർ ഓഫ് ബട്ട് വെൽഡിന്റെ നോമൻക്ലേച്ചർ. ബട്ട് വെൽഡ് നമ്മൾ പറഞ്ഞാണല്ലോ, എഡ്ജ് ടു എഡ്ജ് വെൽഡ് ചെയ്യുന്നതാണല്ലോ ബട്ട്. അപ്പോൾ ബട്ട് വെൽഡിന്റെ നോമൻക്ലേച്ചർ എങ്ങനെയാണ്? ദ നോമൻക്ലേച്ചർ ഓഫ് എ ബട്ട് വെൽഡ് ഇൻവോൾവ് സെവറൽ കീ കമ്പോണൻസ്. ഒരു ബട്ട് വെൽഡിന്റെ നോമൻക്ലേച്ചറിന് പല പ്രധാനപ്പെട്ട കമ്പോണൻസുകളും ഉണ്ട്. ഒന്ന്, റൂട്ട്, ദ സെൻട്രൽ പോയിന്റ് വേർ ദ എഡ്ജ് ഓഫ് ദ 2 ബേസ് മെറ്റൽ മീറ്റ്. റൂട്ട്, അതിന്റെ പടം നമുക്കൊന്ന് കാണാം. ഇതാണ് റൂട്ട് എന്ന് പറയുന്നത്. കണ്ടോ? ഇതാണ് റൂട്ട്, സെൻട്രൽ പോയിന്റ്. റൂട്ട് ഓപ്പണിംഗ്, ഇത് റൂട്ട് ഓപ്പണിംഗ് ആണ്. ഇതാണ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ റൂട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു അവർ പറഞ്ഞിരിക്കുന്നത്? ദ സെൻട്രൽ പോയിന്റ് വേർ ദ എഡ്ജ് ഓഫ് ദ 2 മെറ്റൽ മീറ്റ്. സെൻട്രൽ പോയിന്റ്, അതായത് 2 മെറ്റലുകളുടെ എഡ്ജുകൾ മീറ്റ് ചെയ്യുന്നിടത്ത സെൻറ്റർ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റൂട്ട്. അടുത്ത വെൽഡ് ഫേസ്, ദ വിസിബിൾ എക്സ്റ്റീരിയർ സർഫസ് ഓഫ് ദ വെൽഡഡ് ജോയിന്റ്. നമുക്ക് കാണാൻ പറ്റുന്ന എക്സ്റ്റീരിയർ, വെൽഡഡ് ജോയിന്റിന്റെ കാണാൻ പറ്റുന്ന പുറമേ ഉള്ള ഭാഗം, എക്സ്റ്റീരിയർ സർഫസിനെ വിളിക്കുന്ന പേരാണ് വെൽഡ് ഫേസ്. Then toes, the point where the face of the weld meet the base material. അതായത് വെൽഡിന്റെ ഫേസ് ഓഫ് ദ വെൽഡ് മീറ്റ് ദ ബേസ് മെറ്റീരിയൽ, ബേസ് മെറ്റീരിയലിലേക്ക് മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ഫോമിംഗ് ദ എഡ്ജ് ഓഫ് ദ ജോയിന്റ്. അതിനെയാണ് നമ്മൾ ടോസ് എന്ന് പറയുന്നത്. ദെൻ ഫ്യൂഷൻ സോൺ എന്ന് പറയും. ഏരിയ വെയർ ദ ബേസ് മെറ്റൽ ഹാവ് മെൽറ്റഡ്. ബേസ് മെറ്റൽ മെൽറ്റ് ചെയ്യുകയും ആൻഡ് ഫ്യൂസ്ഡ് ടുഗദർ ഡ്യൂ ടു ദ വെൽഡിംഗ് പ്രോസസ്സിന്റെ സഹായത്താൽ ബേസ് മെറ്റൽ മെൽറ്റ് ചെയ്യുകയും ഫ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു ഏരിയ, അത്രയും ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്യൂഷൻ സോൺ.
ദെൻ വെൽഡ് മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ഇൻ ദ ജോയിന്റ് ഡ്യൂറിംഗ് വെൽഡിങ്. വെൽഡ് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ എവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക, ജോയിനിലേക്ക് എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും. ആ റീജിയനെ വിളിക്കുന്ന പേരാണ് വെൽഡ് മെറ്റൽ എന്ന് പറയുന്നത്. ദെൻ പെനിട്രേഷൻ മീൻസ് ദ ഡെപ്ത് ടു വിച്ച് വെൽഡ് എക്സ്റ്റെൻഡ് ഇൻ ടു ദ ബേസ് മെറ്റീരിയൽ. എത്ര ഡെപ്തിലേക്കാണ് വെൽഡ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് പെനിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ വെൽഡ് പെനിട്രേറ്റ് ചെയ്ത് പോയാൽ നമുക്ക് നല്ല സ്ട്രെങ്ത് നമുക്ക് കിട്ടും. ഈ രീതിയിലുള്ളവരെയാണ് വെൽഡ് പെനിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഇതാണ് റൂട്ട് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. സെൻട്രൽ പോയിന്റ്, രണ്ട് എഡ്ജുകൾ തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ സെൻട്രൽ പോയിന്റ് ആണ് റൂട്ട് ഓപ്പണിംഗ്. ഇതാണ് റൂട്ട്, ഈ ഒരു റീജിയൻ. ദെൻ ഇത് റൂട്ട് ഫേസ് എന്ന് പറയാം, ഇത്ര ഏരിയ ആണ് റൂട്ട് ഫേസ്. ഇതാണ് ഡെപ്ത് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ദെൻ തിക്നെസ് ഓഫ് വെൽഡ് സൈസ്, വെൽഡ് സൈസിൻ്റെ തിക്നെസ്, ഇത്രയും റീജിയനിലാണ് നമ്മൾ വെൽഡ് ചെയ്യേണ്ടത്. ദെൻ ഇവിടെയാണ് വെൽഡ് ഫേസ്, ഇതാണ് വെൽഡ് ഫേസ് പറയുന്നത്. ഇതാണ് ഗ്രൂവ് ഉണ്ടാക്കുന്നത്. ബട്ട് ജോയിന്റ് ആണെങ്കിൽ ബട്ടിന് ഒരു ഇത് കാണുമല്ലോ, ഒരു വി ഷേപ്പ് കാണും. ആ വി ഷേപ്പ്ഡ് ആംഗിളാണ് ഈ ഗ്രൂവ് ആംഗിൾ എന്ന് പറയുന്നത്. ഇത്രയാണ്. ഇവിടെയാണ് ഹീറ്റ് അഫക്റ്റഡ് സോൺ. ഈ ഒരു റീജിയനിലായിരിക്കും ഹീറ്റ് നല്ലപോലെ ഫ്യൂസ് ചെയ്യുന്നത്, അതായത് മെറ്റീരിയൽ ഫ്യൂസ് ചെയ്ത് ആ ബേസ് മെറ്റലുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു ഭാഗം ഈ ഒരു റീജിയനാണ്. അതിനെയാണ് ഹീറ്റ് അഫക്റ്റഡ് സോൺ. ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ എന്ത് വരുന്നത്, ടെമ്പറേച്ചർ ഉണ്ടാകുന്ന റീജിയനാണ് ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത്. ഈ ഒരു ഫേസ് ആണ് വെൽഡിൻ്റെ ഫേസ്, എക്സ്റ്റീരിയർ സർഫസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എവിടെ വരുന്നത്, നോമൻക്ലേച്ചർ ഓഫ് ബട്ട് വെൽഡിലേക്ക് വരുന്നത്, നോമൻക്ലേച്ചർ ഓഫ് ബട്ട് വെൽഡ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോമൻക്ലേച്ചർ ഓഫ് എന്ത് പഠിക്കാം, ലാപ്പ് വെൽഡിൻ്റെ നോമൻക്ലേച്ചറിലേക്ക് നമുക്ക് പോകാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.